ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. നമ്മളൊക്കെ വിചാരിക്കാറുണ്ട് ഈ ടി ഫാമിലിയും ബഷീറും ഒക്കെ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വരുമാനം യൂട്യൂബിൽ നിന്ന് നേടുന്നത് എന്തുകൊണ്ടാണെന്ന്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ നോർമൽ ലൈഫിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ലൈഫാണ് അവരുടെ. ടി ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആ പയ്യൻ്റെയും ആ സ്ത്രീയുടെയും വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അവർ അമ്മയും മകനും തമ്മിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കോംബോ ആണെന്നാണ്. പിന്നെയാണ് അവരൊരു കപ്പിളാണെന്ന് ഞാൻ ഞെട്ടലോടെ തിരിച്ചറിയുന്നത് അവരുടെ യൂട്യൂബ് വ്ളോഗ്സ് തുടങ്ങിയപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ ആ പയ്യൻ ഒരു 23-24 വയസ്സിൽ തന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരു സ്ത്രീയുമായിട്ട് അബ്നോർമലായിട്ടുള്ള ഒരു റിലേഷൻ്റെ ഭാഗമായിട്ട് അവനെ നാട്ടുകാർ പിടിക്കുന്നു. ആ സ്ത്രീയോടൊപ്പം വിവാഹം കഴിക്കണം എന്നുള്ളൊരു കമ്പൽഷൻ വരുന്നു. ഇനി ഇതിന് മുമ്പേ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് ചെറിയ രീതിയിൽ അലയൻസ് ഉണ്ടാവുമ്പോൾ അയാൾ ഇതൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ടാവുമോ? ഇല്ല. അപക്വമായിട്ടുള്ള പ്രായത്തിൽ ചെന്നുപെട്ടൊരു കെണി. എന്നാൽ പിന്നെ നമ്മൾ വീണിടം വിഷ്ണുലോകം എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് അയാൾ ജീവിക്കാൻ പഠിക്കുന്നതാണ് അതിലേറ്റവും അതിമനോഹരമായിട്ടുള്ള കെമിസ്ട്രി. ആ ഭാര്യയെ അയാൾ മനസ്സുകൊണ്ട് ഓക്കെ, എൻ്റെ ഒരു ദാമ്പത്യം എന്ന് പറയുന്നത് എന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള സ്ത്രീയായിട്ടാണ്, അതിലൊരു മകളും കൂടി ഉണ്ടാവുന്നു. പിന്നെന്താണ് വേണ്ടത്? ജീവിതത്തിനെ അറിയുക എന്നുള്ളതാണ്. ജീവിക്കാനായിട്ടുള്ള ആ പ്രയാസങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുക. അതിന് അവരുടെ തന്നെ ആ സ്ത്രീയുടെ ഒരു വീട് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻകാണ് പ്രധാനം. അപ്പം ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഏജ് ഡിഫറൻസ് ഇവരുടെ രൂപത്തിലും കാണാമല്ലോ. ഒരു തടിച്ച് ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ, വളരെ യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യൻ, ഇവർ തമ്മിലുള്ള കോംബോ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഇതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് കൂടുന്നത്. അതിൽ വലിയ സംശയമൊന്നുമില്ല. എന്തായാലും ഇവർ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കുന്നുണ്ട് പ്രൊമോഷനിലൂടെയും. വളരെ വിവാദപരമായിട്ട് ഇവരെ വെച്ച് വേറെ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നു. ഇവരിതാ ഡിവോഴ്സ് ആവാൻ പോകുന്നു, ഇനി ഇവരുടെ ഒരു അബോർഷൻ, രണ്ടാമത് ഗർഭിണിയാവൽ, അതിനൊക്കെ ഇവർക്ക് ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഇൻകമായിട്ട് അവരുടെ ജീവിതത്തിൽ ഭാവി ജീവിതത്തിന് ഉതകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ട ഒരു കാര്യം പറയട്ടെ. ഈ സ്ത്രീ ഓൾറെഡി 2 പെൺകുട്ടികളുടെ അമ്മയാണ്. മുൻ വിവാഹ ജീവിതത്തിൽ ആ പെൺകുട്ടികളെ അവരുടെ ആദ്യത്തെ ഹസ്ബൻഡ് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ ഒരു മകളാണ്. ഇനി ഇവരുടെ ലൈഫിൽ എത്ര ഇവർ സാമ്പത്തികമായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ആ മകൾ വലുതാവുമ്പോൾ ഒരു കുട്ടി വലുതാവുമ്പോൾ അവളുടെ മനോനില എന്ന് പറയുന്നത് ഇതിനെ മൊത്തം അംഗീകരിക്കുന്ന രീതിയിൽ ആയിക്കൂടാന്നില്ല. അതിനെതിരെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ ഈ വ്ളോഗിങ്ങിൽ അല്ലെങ്കിൽ ഈ ഇവരുടെ തമ്മിലുള്ള ഏജ് ഡിഫറൻസ്, ഇവരുടെ സമൂഹം ഇവരെ നോക്കുന്ന രീതി, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ എത്ര സെലിബ്രിറ്റികളാണ്, ഇവർ യൂട്യൂബിൽ ഒരുപാട് ഇൻകം ഉണ്ടാക്കുന്നവരാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും യാഥാർത്ഥ്യമായിട്ടുള്ള ജീവിതത്തിൽ ചെല്ലുമ്പോൾ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു മരണാനന്തര ചടങ്ങ്, ബന്ധുവീടുകളിൽ ഒക്കെ പോകുമ്പോൾ ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തിന് ഒരുപാട് വിമർശനാത്മകതയോടെ, പ്രത്യേകിച്ചും അങ്ങനെ ഒരു സമുദായത്തിൽ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ പെണ്ണിനിത് എന്തിൻ്റെ കേടാ, അല്ലെങ്കിൽ ഈ പയ്യനിത് എന്താ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ശരിക്കും ആ പെൺകുട്ടിയുടെ സാമൂഹ്യ ജീവിതത്തെയും ബാധിക്കും. അവളും ഈ പറയുന്ന വേദികളിലൊക്കെ പോകുമ്പോൾ അവൾ കേൾക്കച്ചില്ല ഇവർ തമ്മിലുള്ള ബന്ധത്തിനെ വിമർശിക്കുന്ന ആളുകളുണ്ടാവും. അത് കൂടാതെ തന്നെ ഈ പെൺകുട്ടി വലുതാവുമ്പോൾ അവളുടെ വിവാഹാനന്തരം അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ ഇവരുടെ ഈ ഒരു വിവാഹത്തിൻ്റെ ഒരു ചെറിയ ബ്ലാക്ക് സൈഡ് ആ കുട്ടിയുടെ ജീവിതത്തിലും ബാധിക്കുമെന്നുള്ളതാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു സമൂഹം അങ്ങനെയാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഇവർ ഒരുപാട് സഫർ ചെയ്യുന്നവരായിരിക്കും. ഈ ചെറുക്കനും ഉണ്ടാവും, ഈ സ്ത്രീയും മാനസികമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ, സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടാണ് ഇവർ ആ യഥാർത്ഥമായിട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നത്. കുട്ടീനെ സ്കൂളിൽ ചേർത്തുമ്പോൾ, കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുമ്പോഴൊക്കെ ഇതിൻ്റേതായിട്ടുള്ള ഒരു മുറിപ്പാടുകൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. ഇനി ബഷീർ സംബന്ധിച്ചിടത്തോളം അയാൾ ഓൾറെഡി ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ കുട്ടിയെ മുസ്ലിമാക്കിയിട്ട് വിവാഹം കഴിച്ച ആളാണ്. അവർ ഒരുപാട് ഡീപ്പായിട്ടുള്ള പ്രണയബന്ധമാണ്. അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമാണെന്ന് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ രണ്ടാം വിവാഹത്തിന് വേണ്ടി ഇവരുടെ സമ്മതം തേടുന്നത്. ഇവരെ ഒരിക്കലും ഒഴിവാക്കാനായിട്ട് അയാൾക്ക് പറ്റാത്തൊരു സന്ദർഭത്തിലാണ് അവർ രണ്ടാം വിവാഹത്തിന് ഇവരുടെ സമ്മതം എന്ന് പറഞ്ഞാൽ ആദ്യ ഭാര്യയുടെ സമ്മതം അവരുടെ സമുദായ പ്രകാരം വേണം. ആദ്യ ഭാര്യ വളരെ സന്തോഷപൂർവ്വം എൻ്റെ ചേട്ടൻ രണ്ടാമത് കല്യാണം കഴിച്ചോണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. ഇല്ല, ആ ഒരു സമയങ്ങളിലൊക്കെ അവരുടെ ദാമ്പത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി കാണും,
ഒരുപാട് കല്ലുകടികൾ ഉണ്ടായി കാണും. അതിനെയൊക്കെ പരിഗണിച്ച് അയാൾ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നു. ആ രണ്ടാമത്തെ വിവാഹത്തോടു കൂടി അയാൾ വളരെ സംതൃപ്തനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കാൻ വയ്യ. ഒരേ സമയം രണ്ട് സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവരിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ഈ രണ്ട് വീടുകളിൽ ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മർക്കടൻ്റെ പോലെയുള്ള ബഷിയെ നമ്മൾക്ക് രണ്ട് ഭാര്യമാർക്ക് രണ്ട് വീടുകൾ, ആ രണ്ട് വീടുകളിൽ ഇയാൾ ഒരൊറ്റ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊതുവായിട്ടുള്ള ശ്രദ്ധാകേന്ദ്രമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഇൻഡിവിജ്വലായിട്ട് ഇയാൾ ഏത് ഭാര്യയെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പുരുഷനെ, അതായത് ബഹുഭാര്യത്വം നിലനിർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് സ്ത്രീകളെ ഒരേ സമയം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുമെന്ന് കരുതാൻ വയ്യ. അയാളുടെ മനോനില ഏകദേശം ഈ രണ്ട് വിവാഹം കഴിച്ചതിലൂടെ ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള റിലേഷൻ്റെ ഒരു കമ്പാരിസൺ, ഇവളെ ഇത്രയും കൂടിയും കൊള്ളാം, ഇവൾ ഇത്രയും കൂടിയും കൊള്ളാം എന്ന് പറയുന്നതല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധം അവരുടെ ഇടയിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ വയ്യ. അച്ഛൻ എന്നുള്ള നിലയിൽ ആ കുട്ടികളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അയാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭാവിയിൽ ഈ കുട്ടികൾ വലുതാവുമ്പോൾ ഒരു 10 വർഷത്തിന് അപ്പുറം ഈ കുട്ടികളൊക്കെ വലുതാവുമ്പോൾ മൂത്ത മകൾ ചിലപ്പോൾ വിവാഹിതയാവും. അവളുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ, അതുപോലെ തന്നെ ഈ 2 ആൺകുട്ടികൾ, ബാക്കിയുള്ള 2 ഭാര്യമാരിലുള്ള 2 ആൺകുട്ടികൾ വലുതാവും. ഒരു 10 വർഷത്തിനപ്പുറം ഇവരൊക്കെ വലുതാവുമ്പോൾ ഈ കുട്ടികളൊന്നും ഒരിക്കലും ഇവരെ പോലെ ഇങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു കുടുംബത്തിൻ്റെ ഒരുമിച്ച് ടൂർ പോവുക, ഒരുമിച്ച് അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വരും. ഇവർ രണ്ടുപേരും 2 ഫാമിലിയാണ്. ഇയാൾ മാത്രമാണ് അതിൽ കോമൺ ആയിട്ടുള്ളത്. ഈ 2 ഫാമിലിയിലും പല ഭിന്നിപ്പുകളും മക്കൾ വലുതാവുമ്പോൾ സ്വാഭാവികമായിട്ട് വരും. ഈ ബഷീറിൻ്റെ 2 ഭാര്യമാർ അവരുടേതായിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. 2 വ്യത്യസ്ത ഫാമിലികളായതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി വ്ളോഗ്സ് ഇട്ടിട്ട് അവർ യൂട്യൂബിൽ അപ്ഡേറ്റഡ് ആണ്. അതിലൂടെ അവർക്ക് വരുമാനമുണ്ട്, പ്രൊമോഷനിലൂടെ വരുമാനമുണ്ട്. അപ്പോൾ 2 സ്ത്രീകൾക്കും ഈ ബഷീറിനെ കൂടുതൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നില്ല. അവരുടെ ലൈഫ് ഒരു പരിധി വരെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമെങ്കിലും ഒരാത്മാവില്ലാത്ത ഒരു ദാമ്പത്യം, ഇന്നത് എൻ്റെ കുടുംബം എന്ന് സ്ഥാപിക്കാൻ പറ്റാതെ ഒരു കുടുംബത്തിൽ ഒരു കാര്യം വാങ്ങിച്ച ഉടനെ മറ്റേ കുടുംബത്തിലേക്കും അത് വാങ്ങണം, അങ്ങനെയൊക്കെ ഒരു ഗ്രഹനാഥൻ്റെ മനോനിലയിൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ദാമ്പത്യമാണ്. 2 ഭാര്യമാരെ എങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്തിയാലാണ് ഒരു ഭാര്യയ്ക്ക് ഒരു ഉടുപ്പ് നല്ല ഉടുപ്പിട്ട് അവൾ നന്നായി കാണാനെന്ന് പറയുമ്പോൾ അയാൾക്ക് മറ്റേ ഭാര്യയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യകത. ഇപ്പം തന്നെ അവരുടെ ദാമ്പത്യത്തിന് ഒരു ആത്മാവില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇനി അവരുടെ വലുതാവുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. മക്കൾ വലുതാവുമ്പോൾ കുറച്ചും കൂടി മക്കളുടേതായിട്ടുള്ള വ്യൂസിലൂടെ ആ അമ്മമാർക്ക് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ ബഷീർ അവിടെ ഒരു ആവശ്യമില്ലാത്ത ഘടകമായി മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായേക്കാം. പക്ഷേ അദ്ദേഹം അത് അടുത്ത വിവാഹത്തിലൂടെ സോൾവ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ടി ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ള ഒരു വൈഫ് ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും വന്നേക്കാം. അവരുടെ രൂപങ്ങൾക്ക് കൂടുതൽ മാറ്റങ്ങൾ വന്നേക്കാം. ഇയാളാണെങ്കിൽ അപ്പോൾ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഏജിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇയാൾക്കും അവരുടെ ഇടയിൽ ചിലപ്പോൾ ഒരു നമ്മൾ പറഞ്ഞുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ, ഒരു അവിഹിത ബന്ധം ഇയാൾക്ക് ഉണ്ടായേക്കാം. എന്തൊക്കെയായാലും ഇതിനൊന്നും ഒരു ആത്മാവില്ല. ഒരുപാട് ഭൗതിക സൗകര്യങ്ങളുണ്ട്, ഫിനാൻഷ്യലി അവർ വളരെ സെക്യൂർഡാണ്. എങ്കിൽ പോലും നമ്മളുടെ മനസ്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, ഒരു സ്നേഹം, ബന്ധം, റിലേഷൻ, കുടുംബം എന്നൊക്കെ വരുമ്പോൾ അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാവേണ്ട ഒരു ബോണ്ടിങ്, ഇവരിങ്ങനെ എത്ര വ്ളോഗിൽ ഈ ടി ഫാമിലി വളരെ ബോണ്ടിങ് അഭിനയിച്ചാലും എന്തൊക്കെ ഇതായാലും അയാളുടെ ആ ഒരു ഏജും അയാളുടെ ചിന്താനിലകളൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതിൽ 10-20 വയസ്സ് വ്യത്യസ്തപ്പെട്ട ഒരു സ്ത്രീയുടെ ആ പക്വതാപൂർണമായിട്ടുള്ള ജീവിതത്തിൻ്റെ സമീപനവും വളരെ അപക്വമായി ചെറിയ പിള്ളേരുടെ എന്തി കളിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ജീവിതത്തിൻ്റെ സമീപനവും കൂടി ചേരുമ്പോൾ ശരിക്കും വെൽഡിങ് ഉണ്ടാവും, അവിടെ സ്പാർക്ക് ഉണ്ടാവും, അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ആത്മാവില്ലാത്ത ശരീരങ്ങളായിട്ട് അവർക്ക് ഇങ്ങനെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് സാമ്പത്തികമായി സുന്ദരമായിട്ട് കഴിയാം. മകൾ വലുതാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. തീർച്ചയായിട്ടും അതൊരു ഡിവോഴ്സിലേക്ക് നീങ്ങാം. ഇപ്പം തന്നെ അവർ ഡിവോഴ്സായി എന്നൊക്കെയുള്ള കോൺട്രോവേഴ്സികളായിട്ടുള്ള വീഡിയോകൾ ഞാൻ കണ്ടു. പക്ഷേ അതൊന്നുമില്ല, അവരിപ്പോൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പയ്യൻ കൂടുതൽ ഇവരെ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഇവർ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലാണ്, അവർക്ക് വീടുണ്ട്, നല്ലൊരു വീട്, ആ വീട്ടിലാണ് ഈ പയ്യൻ താമസിക്കുന്നത്. അപ്പോൾ ഇവരെ കൂടുതൽ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ അവൻ്റെ നിലനിൽപ്പ്. ഇനി ഈ യൂട്യൂബ് വ്ളോഗുകളിലൂടെയും ഇതിലൊക്കെ സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരത കൈവരിക്കുമ്പോൾ അവൻ്റേതായിട്ടുള്ള ഒരു ജീവിതത്തിനെ പറ്റി അവൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഏജിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. എന്തായാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകാമെന്നല്ലാതെ ശരിക്കും സന്തോഷകരമായിട്ടുള്ള ഒരു മാനസിക ബോണ്ടിങ് അവിടെ ഉണ്ടാവുന്നുണ്ടോ വെച്ചാൽ ഈ 2 കാര്യത്തിലും ഇല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി.